ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം പലപ്പോഴും പിന്നോട്ടാണ് പോകുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, 5 വർഷം മുമ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടുത്തെ ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു, എനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ട്. സാധാരണ മനുഷ്യർ വിശ്വസിക്കാത്ത കാലഘട്ടത്തിലാണ് MP ആയിട്ടുള്ള ഒരു പ്രസിഡന്റ്, KPCCയുടെ പ്രസിഡന്റ് തന്നെ വിളിച്ചു പറഞ്ഞു, എനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ട്. പല നേതാക്കന്മാരും അത് ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് വന്നു, അതിന് പവറുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കുണ്ടായി. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മനുഷ്യകുരുതി സ്വത്ത് നേടാൻ വേണ്ടി ഇലന്തൂരിൽ ഭഗത് സിംഗ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, പുരോഗമന സാഹിത്യത്തിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു, മനുഷ്യകുരുതി നടത്തി. പുരോഗമന ചിന്തകൾ തീർച്ചയായിട്ടും ജനങ്ങളിലുണ്ട്, പക്ഷേ രാഷ്ട്രീയ രംഗത്തുണ്ടോ? മതേതരത്വമായിട്ടുള്ള എല്ലാത്തിനെയും അട്ടിമറിക്കുന്നതാണ് പുരോഗതി എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമല്ല ഇവിടെയുള്ളത്. കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടി പോലും ഓണം ഏതെങ്കിലും ഒരു മതത്തിൻ്റെയാണെന്ന് പറയില്ല. പക്ഷേ ആ ഓണത്തിൻ്റെ പ്രതീകങ്ങളെ തട്ടിമറിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അത്തപ്പൂ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മതേതരത്വത്തിൻ്റെ പ്രതീകമാണ്. അത് തകർക്കുന്നു. അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ആരും തയ്യാറില്ല. എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല? ആരെയാണ് ഭയപ്പെടുന്നത്? ഈ പ്രാകൃതമായിട്ടുള്ള ആശയങ്ങൾ വിശ്വസിക്കുന്നവർ ഭരണത്തിൻ്റെ പിന്നിലുള്ളത് കൊണ്ടാണ്. ആഗോളതലത്തിലുള്ള ഭീകരവാദത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ആൾക്കാർ ഈ ഭരണ സംവിധാനത്തിൻ്റെ പിന്നിലുള്ളത് കൊണ്ടാണോ എന്ന് ഭരണകൂടം വ്യക്തമാക്കണം. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിൽ ജാതിവെറിയായിരുന്നുവെങ്കിൽ ഇന്ന് ഏതാണ്ട് ഭീകര വെറിയായിട്ട് മാറിയിരിക്കുകയാണ്. മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭീകര ചിന്തയിലേക്ക് മാറുന്നു. അവർ നിയന്ത്രിക്കുന്ന ഭരണകൂടത്തെ. രണ്ടു കൂട്ടരും ഈ അന്ധവിശ്വാസത്തിലേക്കും അനാചാരങ്ങളിലേക്കും അതുപോലെ തന്നെ അതിക്രമങ്ങളിലേക്കും മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭീകരവാദത്തിലേക്കും സമൂഹത്തെ നയിക്കുകയാണ്. ഈ അവസരത്തിലാണ് അയ്യങ്കാളിയെ പോലെയുള്ള പോരാളികൾ ഈ സമൂഹത്തിൽ ജനിക്കേണ്ടത്.